അല്ലാതെ കുറച്ച് സിനിമയായിരുന്നു, ഒരു ഫീലൊക്കെ പോയി. നേരത്തെ കാട്ടി അത്ര വന്നില്ല ഇതില്. ലേഡി ഗാഗ വന്ന് പോയിട്ട് ഭയങ്കര മ്യൂസിക്കൽ ഡ്രാമ പോലെ ആക്കിക്കണം. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. യോക്കിന് ഈ ഒരു മൂവിയിൽ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. യോക്ക് മീനിങ്സ് അടിപൊളിയായിരുന്നു, നല്ല good ആക്ടിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ജോക്കർ വൺ ഒരു സ്റ്റാൻഡേർഡ് ഓൺ മൂവി ആയിട്ട് മതിയായിരുന്നു എന്ന് തോന്നി. കാരണം സെക്കൻഡിൽ പ്രത്യേകിച്ച് അവർക്കൊന്ന് ചെയ്യാൻ പടത്തിൽ തോന്നിയില്ല. പിന്നെ വണ്ണ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. ജോക്കർ 2 ഇഷ്ടപ്പെടാം. ഇഷ്ടംപോലെ മ്യൂസിക് ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. അത് അവരുടെ ഒരു റൊമാൻസ് എനിക്ക് ഇഷ്ടമായി. ലേഡി ഗാഗ ആയിട്ടുള്ള റൊമാൻസ് കൊള്ളാം, നല്ല പടം. ഞാനില്ല, എന്നാലും ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ഒരു ഇന്റൻസിറ്റി ഇല്ല. മ്യൂസിക്കൽ ഡ്രാമയാണ്. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷനും ബാക്കിയൊക്കെ കൊള്ളാം. പ്രൊഡക്ഷൻ ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും and also another thing that you need to talk about, it's the exceptional performance of Joaquin Phoenix and Lady Gaga. That's exceptional. You'll feel into that reality. It's kind of like a musical drama, not a cup of tea for all the people. ജോക്കർ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും. Joker fan definitely they'll like it, but it's not like I said, it's not a cup of tea for all the genres. ഫസ്റ്റ് പാർട്ട് ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും അതിൻ്റെ അത്ര എത്തൂല. ഒരു ഫുള്ളൊരു പാട്ട് കച്ചേരി ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല, ഒരു ചെറിയൊരു ലാഗ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കുക അത്ര. കൊള്ളാം. ഫാന്റസി ടൈപ്പാണ്, കൊള്ളാം. എനിക്ക് ഫസ്റ്റിനേക്കാളും ഫസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് കുഴപ്പമില്ല, കൊള്ളാം. ഇല്ല, പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് കൊള്ളാം. ലേഡി ഗാഗ വിചാരിച്ചത്ര ഇല്ല അധികം, പക്ഷെ കൊള്ളാം. ഫീനിക്സ് കൊള്ളാം. ഫസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചൊരു ഫാന്റസി ടൈപ്പാണ് മൂവി പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് അങ്ങനെ ഒരു അവാർഡ് ടൈപ്പ് ജോണറാണ് ഇത് പോകുന്നത്. ചേട്ടാ കൊള്ളാം, നല്ല പടമാണ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയാണ്. പിന്നെ ഫീനിക്സിൻ്റെ ഗാഗയുടെ പെർഫോമൻസ് ആയാലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫാന്റസി ടൈപ്പ് പോലത്തെ ഒരു പടമാണ്. ഫുള്ളൊരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് അവർ പടം മൊത്തം പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് അത് പുള്ളിയുടെ അടുത്ത സീക്വലാണ് ശരിക്കും. എന്താണ് ആ ജയിലിൽ പുള്ളിയെ പിടിച്ച് കൊണ്ടുപോകില്ലേ, പിന്നെ അവിടെ നടക്കുന്ന ഫുൾ കഥയാണ്. ഫുൾ ഒരു ജയിൽ, ഒരു കോർട്ട് റൂം ഡ്രാമ അങ്ങനെ പോലെ പറയാം. ഫുള്ളൊരു ഡ്രാമ ടൈപ്പാണ് പിന്നെ ഫുൾ പോകുന്ന പടം ആ മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ച്. നിരാശ എന്നങ്ങനെ പറയാൻ പറ്റില്ല, ഓരോരുത്തർ ഓരോ ടേസ്റ്റ് അല്ലേ, അവർ എങ്ങനെ എടുക്കുന്നു. കൊള്ളാം, നല്ല പറഞ്ഞു അല്ല, ജാക്കിൻ ഫീനിക്സിന്റെ ലേഡി ഗാഗയുടെ നല്ല പെർഫോമൻസ് ആണ്. ഒരു മ്യൂസിക്കൽ ഒരു ഡ്രാമ പോലത്തെ ഒരു സീരീസ് ആണ്, കണ്ടോണ്ടിരിക്കുക. കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് അത്ര പോരാ. എൻഡിങ് അവസാനം ഒരുമാതിരി ആക്കി കളഞ്ഞു അവര്. നല്ലപോലെ പൊയ്ക്കൊണ്ടിരുന്ന സിനിമയായിരുന്നു, അവസാനം അത് വേണ്ടായിരുന്നു. ആ ഒരു ഇത് വേണ്ടായിരുന്നു, ആ എൻഡിങ് അത്ര വേണ്ടായിരുന്നു. എൻഡിങ് ആണ്, പ്രതീക്ഷ അത്രയും വന്നില്ലായിരുന്നു. കൊള്ളാം. ലാസ്റ്റ് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല ജോക്കറിന്റെ എൻഡ്. പിന്നെ ലേഡി ഗാഗ ആയാലും ജാക്കിൻ ഫിയോൺസിന്റെ ആയാലും ക്യാരക്ടർ ഡെവലപ്മെന്റ് നല്ലപോലെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവസാനം ഉണ്ടായിരുന്നു, ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോൾ നല്ല മൂവി ആയിട്ട് തോന്നി. ഇല്ല, ഫസ്റ്റ് ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. സെക്കൻഡ് ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ തോന്നി. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഒരുപാട് മ്യൂസിക് ഉണ്ട്, അതാണ് എനിക്ക് ലാഗ് തോന്നിച്ചു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മൂവി വലിയ കുഴപ്പമില്ല. ഓവറോൾ ഫസ്റ്റിന്റെ അത്രയില്ല, പക്ഷെ ഓക്കെ, എനിക്കിഷ്ടം.